റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രെക്സിറ്റ് നടപ്പാക്കിയതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടത്താൻ UK സർക്കാർ സറണ്ടർ സ്ക്വാഡ് രൂപീകരിച്ചതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരികെ ഏറെ വിവാദമായിരുന്ന ബ്രെക്സിറ്റിൽ നിന്ന് UK പിന്തിരിയാൻ സാധ്യതയുള്ളതായി സൂചനകളും വരുന്നു. 100-ലധികം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള 2016 വോട്ടെടുപ്പിലെ തീരുമാനത്തിൽ നിന്ന് UK പിന്തിരിയുന്നതിനാണ് ഈ നീക്കമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ഭാവി ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളുടെ സ്വീകാര്യത, 2026 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് കടലിൽ മത്സ്യബന്ധനം നടത്താനുള്ള അവകാശം എന്നിവ ചർച്ചകളിൽ ഉൾപ്പെടും. യൂറോപ്യൻ യൂണിയനുമായി പുതിയ സുരക്ഷാ കരാറിലും ധാരണയിലെത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരിയിൽ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ യൂണിയൻ ധനമന്ത്രിമാരുടെ യോഗത്തിൽ ചാൻസലർ റേച്ചൽ റീവ്സ് പങ്കെടുക്കും. യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളുമായി യോജിപ്പിച്ച് UK നിയമം തിരുത്താനും യൂറോപ്യൻ യൂണിയൻ നിയമം തിരികെ കൊണ്ടുവരാനും മത്സ്യബന്ധന സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാനും സർക്കാർ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാമെന്ന് കരുതിയാൽ കുതിച്ചുയരുന്ന വാടക നിരക്കുകളിൽ മത്സരിച്ച് ഒരു വീട് തരപ്പെടുത്തുന്നത് യുദ്ധമായി മാറിയിരിക്കുന്നുവെന്ന് UKയിലെ ജനങ്ങൾ പറയുന്നു. സ്വന്തമായി വീട് വാങ്ങാമെന്ന് കരുതിയാൽ മോർഗേജ് വിപണി മറ്റൊരു യുദ്ധക്കളമായി തുടരുന്നു എന്നും അവർ അഭിപ്രായപ്പെടുന്നു. കുതിച്ചുയരുന്ന വാടകയ്ക്കും വാടകക്കാരെ ചൂഷണം ചെയ്യുന്നതിനും എതിരെ തലസ്ഥാനത്ത് ലണ്ടൻ റെന്റേഴ്സ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരക്കുകൾ വർദ്ധിക്കുന്നത് സമൂഹത്തെ തകർക്കുന്നതായി LRU ചൂണ്ടിക്കാട്ടുന്നു. ഈ നിരക്ക് വർധനവുകളുടെ പശ്ചാത്തലത്തിൽ അസഹനീയത വെളിപ്പെടുത്തിയാണ് ലണ്ടനിൽ ഇതിനെതിരെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത്. ഉയരുന്ന വാടക നിരക്കുകൾ സമൂഹങ്ങളെ നശിപ്പിക്കുകയാണെന്ന് ലണ്ടൻ റെന്റേഴ്സ് യൂണിയൻ അഭിപ്രായപ്പെട്ടു. അടുത്ത 42 മണിക്കൂർ ദൈർഘ്യമുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് മെറ്റ് ഓഫീസ്. കാറ്റും 6 ഇഞ്ച് വരെ മഴ പെയ്യ്ക്കാൻ സാധ്യത തെളിയിച്ചാണ് കാലാവസ്ഥ മാറിമറിയുന്നത്. ഈ സീസണിൽ ഏതാനും കൊടുങ്കാറ്റുകൾ കനത്ത നാശം വിതച്ചതിന് ശേഷമാണ് മഴ ശക്തമാകുന്നത് എന്ന് മെറ്റ് ഓഫീസ് പറയുന്നു. ഞായറാഴ്ച പുറപ്പെടുവിച്ച മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച ഉച്ചവരെ പ്രാബല്യത്തിലുണ്ട്. അരമാസം കൊണ്ട് പെയ്യേണ്ട മഴ ഈ ദിവസങ്ങളിൽ ചില ഭാഗങ്ങൾ പെയ്തിറങ്ങുമെന്ന് മുന്നറിയിപ്പിൽ കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴ ബുദ്ധിമുട്ടേറിയ യാത്രാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്നാണ് പുതിയ പ്രവചനം. കൂടാതെ വൈദ്യുതി വിതരണം ഉൾപ്പെടെ മറ്റ് സേവനങ്ങളും തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. മഞ്ഞ് പെയ്ത സ്ഥലങ്ങളിൽ പെട്ടെന്നുള്ള മഴ വീടുകൾക്കും ബിസിനസ്സുകൾക്കും വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. താപനില വിവിധ ഭാഗങ്ങളിലായി 0°C മുതൽ -12°C വരെ മാറിമറിയുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യമാണ് വർദ്ധിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. പലവിധ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബ്രിട്ടനിൽ 32,000-ലേറെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കോഴ്സുകൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ പഠനം അവസാനിപ്പിക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് പുറമെ NHS സേവനങ്ങൾ സമ്മർദ്ദത്തിൽ അമരുന്നതും വരുമാന സാധ്യതകൾ മോശമാകുന്നതും ചേർന്നാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഈ വിധം വഴിമാറി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കരിയർ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഇല്ലാത്ത പക്ഷം NHSനെ പരിഷ്കരിക്കാനുള്ള ഗവൺമെന്റ് പദ്ധതികൾ അട്ടിമറിക്കപ്പെടുമെന്നാണ് തങ്ങളുടെ പഠനം വ്യക്തമാക്കുന്നതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് വ്യക്തമാക്കുന്നു. 2016 നഴ്സിംഗ് ബഴ്സാറി അടച്ചത് മുതൽ ഇംഗ്ലണ്ടിൽ സ്റ്റുഡന്റ് നഴ്സുമാർ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ 2029 ആകുന്നതോടെ ഈ എണ്ണം 10,000 കടക്കുമെന്ന് RCN വ്യക്തമാക്കുന്നു. ബക്കിംഗ്ഹാം പാലസിൽ ചൈനീസ് ചാരൻ കയറിപ്പറ്റിയെന്ന് പുതിയ വാർത്തകൾ. ചാൾസ് മൂന്നാമൻ രാജാവിന്റെ ഇളയ സഹോദരൻ ആൻഡ്രൂ രാജകുമാരന്റെ വിശ്വസ്തൻ എന്ന നിലയിലാണ് ഇയാൾ കൊട്ടാരത്തിനകത്ത് കയറിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ H6 എന്ന വിശേഷണമുള്ള ഇയാൾ മുൻ പ്രധാനമന്ത്രിമാരായ ഡേവിഡ് കാമറൂൺ, തെരേസ മേ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നു. നിയമപരമായ കാരണങ്ങളാൽ H6 എന്നറിയപ്പെടുന്ന ഈ വ്യക്തി ഒരു ബിസിനസ്സുകാരനാണ്. ഇയാൾ കൊട്ടാരവുമായി ബന്ധപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥനുമായി അസാധാരണമായ അടുപ്പം നേടിയതായി ഒരു ട്രൈബ്യൂണൽ ജഡ്ജി പറയുന്നു. അതേസമയം ആരോപണ വിധേയനായ ഈ ചാരനുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് യോർക്ക് ഡ്യൂക്ക് അറിയിച്ചിരിക്കുന്നത്. തെരേസ മേ, ഡേവിഡ് കാമറൂൺ എന്നിവർക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. അയ്യപ്പനെ കാണാൻ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കാനനപാതയിലൂടെ കിലോമീറ്ററുകൾ നടന്ന് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. ഇത്രയും ദൂരം നടന്നു വരുന്ന ഇവർക്ക് വനം വകുപ്പുമായി സഹകരിച്ച് പ്രത്യേക ടാഗ് നൽകും. പമ്പയിൽ നിന്ന് സ്വാമി അയ്യപ്പൻ റോഡ് വഴി സന്നിധാനത്തേക്ക് വരാം. നീലിമല വഴി പോകണമെന്നുള്ളവർക്ക് ആ വഴിയുമാകാം. മലക്കൂട്ടത്ത് വെച്ച് ശരംകുത്തി വഴി ഒഴിവാക്കി ഈ തീർത്ഥാടകർക്ക് ചന്ദ്രാനന്ദൻ റോഡ് വഴി സന്നിധാനത്ത് പ്രവേശിക്കുകയുമാകാം. ഇങ്ങനെ പുല്ലുമേട് നിന്നും എരുമേലിയിൽ നിന്നും പ്രത്യേക പാതയിലൂടെ വന്ന് നടപ്പന്തലിൽ എത്തുന്ന പ്രത്യേകം ടാഗ് ധരിച്ച തീർത്ഥാടകർക്ക് പ്രത്യേക വരിയുണ്ടാകും. ഈ വരിയിലൂടെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. വനംവകുപ്പുമായി സഹകരിച്ചാണ് പുതിയ സൗകര്യം ഏർപ്പാടാക്കുന്നത്. കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ടാഗ് നൽകേണ്ടത് വനംവകുപ്പാണ്. പുതിയ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ശബരിമല റോപ്പ് വേയുടെ നിർമ്മാണം ജനുവരിയിൽ തുടങ്ങിയേക്കും. ഇതിനായി വനം വകുപ്പിന്റെ 2 അനുമതികൾ കൂടി മാത്രമാണ് ദേവസ്വം ബോർഡിന് ലഭിക്കാനുള്ളത്. ദേവസ്വം ഭൂമിയുടെ അതിർത്തി സംബന്ധിച്ച് വനം വകുപ്പുമായി ഉണ്ടായ തർക്കം ഹൈക്കോടതി ഇടപെട്ട് പരിഹരിച്ചു.
4.5336 ഹെക്ടർ വനഭൂമിയാണ് പമ്പ സന്നിധാനം റോപ്വേക്ക് ആവശ്യമായി വരുന്നത്. ഇതിന് പകരമായി കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ കട്ടളപ്പാറയിൽ റവന്യൂ ഭൂമി വിട്ടു നൽകാൻ സംസ്ഥാന സർക്കാർ വനം വകുപ്പിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം ആവേശകരമായി മാറുകയാണ്. ഇന്ന് ചെൽസി ബ്രാൻഡ്ഫോർഡിനെ പരാജയപ്പെടുത്തിയതോടെ അവർ ലിവർപൂളിന് തൊട്ടുപിറകിലെത്തി. ഇന്ന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന മത്സരത്തിൽ ചെൽസി 1-നെതിരെ 2 ഗോളിനാണ് വിജയിച്ചത്. ഇന്ന് നിരവധി അവസരങ്ങൾ ചെൽസി സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ വരാൻ സമയമെടുത്തു. ആദ്യ പകുതിയുടെ അവസാനം ഡിഫൻഡർ കുക്കുറേയയിലൂടെ ആണ് ചെൽസി ലീഡെടുത്തത്. മധുവേക്കയുടെ മനോഹരമായ ക്രോസിൽ നിന്നായിരുന്നു ഈ ഗോൾ. രണ്ടാം പകുതിയിലും ചെൽസി അറ്റാക്ക് തുടർന്നു. 81-ാം മിനിറ്റിൽ ജാക്സണിലൂടെ ചെൽസി ലീഡിരട്ടിയാക്കി വിജയമുറപ്പിച്ചു. എംബുമോയിലൂടെ ബ്രാൻഡ്ഫോർഡ് ഒരു ഗോൾ മടക്കിയെങ്കിലും ചെൽസിക്ക് ജയം ഉറപ്പിക്കാനായി. ഈ വിജയത്തോടെ ചെൽസിക്ക് 16 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റായി. ഒരു മത്സരം കുറവ് കളിച്ച ലിവർപൂൾ 36 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ബ്രാൻഡ്ഫോർഡ് 23 പോയിന്റുമായി 12-ാം സ്ഥാനത്താണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. കഴിഞ്ഞ ടൂർണമെന്റിൽ ക്വാർട്ടറിൽ കേരളത്തെ വീഴ്ത്തിയ ഗോവയെ പരാജയപ്പെടുത്തിയാണ് വിജയയാത്ര തുടങ്ങിയത്. 3-നെതിരെ 4 ഗോളുകൾക്കാണ് കേരളം വിജയം നേടിയത്. കേരളത്തിനായി PT മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അജ്സൽ, നസീബ് റഹ്മാൻ, ക്രിസ്റ്റി ഡേവിഡ് എന്നിവരും ഗോവയ്ക്കായി നിക്കൽ ഫെർണാണ്ടസ്, ഷുബർട്ട് ജോനസ്, പെരേര എന്നിവരും സ്കോർ ചെയ്തു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3-ാം ടെസ്റ്റിനിടെ മത്സരത്തിന് തടസ്സമായി മഴ. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ 3-ാം ദിവസത്തെ മത്സരം പലതവണ തടസ്സപ്പെട്ടു. ഒടുവിൽ മഴ രസം കൊല്ലിയായി എത്തിയപ്പോൾ ഇന്ത്യ 4 വിക്കറ്റിന് 48 റൺസ് എന്ന നിലയിൽ വലിയ തകർച്ചയെ അഭിമുഖീകരിക്കാൻ ഇടയായി. അതിനാൽ തന്നെ ശക്തമായ മഴയെത്തി മത്സരം തടസ്സപ്പെടാനാണ് ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത്. 4 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ, 1 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ, 3 റൺസ് എടുത്ത വിരാട് കോഹ്ലി, 9 റൺസ് എടുത്ത ഋഷഭ് പന്ത് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 30 റൺസുമായി ക്രീസിൽ തുടരുന്ന KL രാഹുലിനാണ് ഇന്ത്യയുടെ അവശിഷ്ട പ്രതീക്ഷകൾ. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ പിച്ചിന്റെ സ്വഭാവം മാറുന്നതും ഇന്ത്യക്ക് വിക്കറ്റ് നഷ്ടമാകാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാഴ്സലോണയ്ക്ക് ലാലിഗയിൽ വീണ്ടും തിരിച്ചടി. 15-ാം സ്ഥാനത്തുള്ള ലെഗാനസുമായി ബാഴ്സലോണ 1 ഗോളിന് പരാജയപ്പെട്ടു. ഇന്നലെ ബാഴ്സയുടെ ഫുൾ ടീം ആദ്യം മുതൽ തന്നെ ഉണ്ടായെങ്കിലും കാര്യമായി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതിന് പ്രധാന കാരണം ലെഗാനസിന്റെ കോമ്പാക്ട് ഡിഫൻസ് ആണ്. ലെവൻഡാസ്കി, യമാൽ, ഓൾമോ എന്നിവരെ കൃത്യമായി മാർക്ക് ചെയ്ത അവർ വലിയ സാഹസങ്ങൾക്കൊന്നും മുതിരാതെ തന്നെ ജയം നേടിയെടുത്തു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.20 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.